ഗായത്രി, നാളെയാണ് ഞങ്ങൾ അല്ലു അർജുൻ ഫാൻസ് എല്ലാം കാത്തിരിക്കുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത്. നാളെ നമ്മുടെ പുഷ്പ ടു ദ റൂളിന്റെ റിലീസിംഗ് ഡേറ്റ് ആണ്. ഭയങ്കര ആകാംക്ഷയോടെയാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്താ പറയുന്നത്, നമ്മുടെ പുഷ്പ ഫസ്റ്റ് കണ്ടിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമെന്ന് തന്നെ പറയാം. നാളെ മൊത്തത്തിലൊരു പുഷ്പമയമായിരിക്കും അല്ലെ നമ്മുടെ കേരളത്തിലൊട്ടാകെ. കേരളമെന്നല്ല, ലോകമെമ്പാടും. ശരിയാണ്. നാളെ റിലീസ് ചെയ്യുമ്പോൾ കുറെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതെന്താ ഗായത്രിക്ക് ഒരു പുച്ഛം പോലെ? പുച്ഛമൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ KGF-ന്റെ ആ ഒരു സ്ക്രിപ്റ്റ് കണ്ടിട്ട് പുഷ്പയുടെ രണ്ടാം പാർട്ട് അത് വെച്ചിട്ട് റീറൈറ്റ് ചെയ്തു എന്നൊക്കെ കുറെ. അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഇല്ല. കാരണം പുഷ്പ എന്താ ആദ്യം മോശമായിരുന്നു, കാരണം KGF-നെ വെച്ച് കമ്പയർ. അല്ലല്ല, ഗായത്രിയുടെ സംസാരത്തിൽ എനിക്ക് അങ്ങനെ തോന്നി. കാരണം പുഷ്പ ആദ്യ ഭാഗം ഭയങ്കര സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. അത് വെച്ചിട്ടാണ് രണ്ടാം ഭാഗം ഇപ്പൊ വമ്പൻ ഹിറ്റായി പോകാൻ തോന്നുന്നത്. ശരിയാണ്, സ്ക്രിപ്റ്റ് റീറൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കാം. അത് അതിന്റെ ഒരു പാർട്ടായിട്ട് അങ്ങ് കണ്ടാ പോരെ. അത് KGF കണ്ടിട്ടാണ് പുഷ്പ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്തെന്ന് പറയുന്നതിൽ അതൊരു ലോജിക് ഇല്ലാത്ത കാര്യമാണ്. അതെങ്ങനെ പറയാൻ പറ്റും? കാരണം KGF ഒരു ബ്രാൻഡ് പോലെ കണക്കാക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം വന്നത്. അതിപ്പോ നമ്മൾ ഏതൊരു മേഖലയിലാണെങ്കിലും നമുക്കൊരു കോമ്പറ്റീഷൻ വേണമെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഒരു പാർട്ടി വേണം, വേണ്ടേ? അപ്പൊ അത് മുകളിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ? ഒരിക്കലുമല്ല. KGF-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കേട്ടൊരു കാര്യം, നമ്മുടെ കന്നഡ ഇൻഡസ്ട്രിയിൽ ഇപ്പം അതിന്റെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു ഹൈപ്പ് ചിത്രം എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ KGF 1 ഇറങ്ങിയപ്പോൾ ശരിയാണ്, കന്നഡയിൽ മാത്രം ഒതുങ്ങി കൂടിയ ഒരു ചിത്രമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷെ 2 ഇറങ്ങിയപ്പോൾ അത് ശരിക്കും മലയാളി പ്രേക്ഷകരും അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ഫിലിം ആയതുകൊണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും ഒരുപാട് കളക്ഷൻ നേടിയ ഒരു ചിത്രമാണ് KGF. ആയിരിക്കാം, പക്ഷെ പുഷ്പയുടെ അത്രയും ഒരു ഹൈപ്പ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അല്ലു അർജുന് തന്നെ നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് പുഷ്പ. ഓക്കെ, ശരിയാണ്. പക്ഷെ ഹൈപ്പിന്റെ കാര്യം പറഞ്ഞു, അവർ സ്വന്തമായിട്ട് ഒരു ഹൈപ്പ് കൊടുത്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും അവർക്കൊരു വലിയ സക്സസ് കിട്ടാൻ കാരണമായ ഒരു ചിത്രമാണ് KGF. എന്താണ് KGF-ൽ ഇതിനു വേണ്ടി ഉള്ളത്? KGF-ൽ എന്താണ് ഇല്ലാത്തതെന്ന്? KGF-ൽ എന്താണ് ഉള്ളതെന്ന് പറ. ഇപ്പൊ വയലൻസിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ KGF തന്നെയാണ് മുന്നില്. വയലൻസ് വയലൻസ് ഇല്ലെന്നാണോ ഗായത്രി പറയുന്നത്? വയലൻസ് മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. പുഷ്പയിൽ വയലൻസ് ഇല്ലെന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞോട്ടെ, എന്നിട്ട് അതായത് വയലൻസിന്റെ കാര്യം ശരിയാണ്, KGF മുന്നിലാണ്. അതേപോലെ തന്നെ KGF മുന്നിലാണെന്ന് പറയാൻ കാരണം അതിനകത്ത് അത്രയും വയലൻസ് സീക്വൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് KGF മുന്നിലാണെന്ന് പറയാൻ കാരണം. പുഷ്പയിലുണ്ടല്ലോ നല്ല രീതിയിലുള്ള വയലൻസ് സീക്വൻസ്. ശരിയാണ്, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോ എന്താ മുന്നിൽ പിന്നിൽ എന്നുള്ള ആ ഒരു ടോക്ക് വേണ്ട. ഈക്വലി രണ്ടിലും വയലൻസ് ഉണ്ട്, രണ്ടിലും വയലൻസ് ഉണ്ട്. പക്ഷെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തതും എങ്ങനെ അക്സെപ്റ്റ് ചെയ്തെന്ന് അതാണ് ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തെങ്കിൽ നമുക്ക് KGF-ന് എന്തെങ്കിലും വലിയ അവാർഡ്സ് ഒക്കെ കിട്ടിക്കാണരുതോ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് അവാർഡ് കിട്ടിയത് കൊണ്ട് മാത്രമേ ഒരു സിനിമ അവാർഡ് കിട്ടിയത് എന്തിനാണ്? നല്ല സിനിമ ആയതുകൊണ്ടാണ് അവാർഡ് കിട്ടിയത്. ആണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ഇതായതുകൊണ്ടാണ് ഇതിന് അവാർഡ് കിട്ടിയത്. അല്ല, ഒരു അവാർഡ് കിട്ടിയാൽ മാത്രമേ ഒരു നല്ല സിനിമ ആകുള്ളൂന്നുണ്ട്. അങ്ങനെയില്ല, പക്ഷെ ഏറ്റവും നല്ല സിനിമയ്ക്കാണ് അവാർഡ് കിട്ടുന്നത്. ഓക്കെ, പക്ഷെ എങ്കിലും KGF-ന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ആദ്യ കാഴ്ചയിൽ എല്ലാവർക്കും ഇതൊരു ആക്ഷൻ മൂവി മാത്രമാണ്. ഓക്കെ, പക്ഷെ എങ്കിൽ കൂടി ഒരു വയലൻസ് ചിത്രം. ഓക്കെ, പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റ് തോന്നൂല. ശരിയാണ്. പക്ഷെ പിന്നീട് അതിനകത്തോട്ട് ചിന്തിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തി. എന്താണ് കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എങ്ങനെ തന്റെ സക്സസിലേക്ക് എത്തുന്നു, ഹാർഡ് വർക്കിംഗ് ആയിട്ട് എത്തുന്നു. റോക്കി ബായ് എന്ന് പറഞ്ഞ ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. അയാൾ പിന്നെ ഡോൺ ആയി അങ്ങനെയൊക്കെയാണ്. പക്ഷെ എങ്കിൽ കൂടി അയാൾ എങ്ങനെ സക്സസിൽ എത്തുന്നു എന്നുള്ളതാണ് കഥ പറയുന്നത്. അതിലൂടെ ഒരു മനുഷ്യന് ഇൻസ്പിറേഷൻ കിട്ടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണോ റോക്കി ബായ് മുന്നോട്ട് പോകുന്നത്? അങ്ങനെ ഇപ്പോ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണോ റോക്കി ബായ് എന്ന ക്യാരക്ടർ മുന്നോട്ട് പോയി സക്സസ് ആവുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അതിനൊരു ഇൻസ്പിറേഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നല്ലൊരു മെസ്സേജും അവിടെ പാസ് ചെയ്യുന്നില്ല. ഓക്കെ, എന്താ പറയാ, അവിടെ ജസ്റ്റ് ഒരു നമുക്ക് എടുത്തു പറയത്തക്ക ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. അവർ തമ്മിലുള്ള ഒരു ഇന്റിമസി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാത്രമാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യം. അല്ലാതെ ഗായത്രി മുന്നേ പറഞ്ഞ പോലക്ക് ഇതൊരു ഇൻസ്പിറേഷൻ മൂവിയാണ് അല്ലെങ്കിൽ സക്സസ് ആവുന്നു, അത് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വേയിലൂടെ അല്ല ഈ
സക്സസ് അച്ചീവ് ഞാനൊന്ന് ചെയ്യുന്നത്. പറഞ്ഞോട്ടെ, അതായത് ഈ അമ്മ മകൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അതിനകത്ത് തന്നെ അമ്മയ്ക്ക് കൊടുത്ത ഒരു വാക്കുണ്ട്, അത് നിറവേറ്റാനാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നതായിട്ടാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണെന്ന് പറയുന്നത് കൂട്ടാണോ? ഇപ്പൊ പലരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പലരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനെ നമുക്കൊരു ഇൻസ്പിറേഷൻ മോഡ് ആക്കാൻ പറ്റുമോ? ഇൻസ്പിറേഷൻ അതിനകത്തെ നല്ല കാര്യങ്ങൾ, ഒരു സിനിമ കാണുമ്പോൾ അതിനകത്തെ നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ പുഷ്പയിലും ഉണ്ട്. പുഷ്പ അല്ലു അർജുൻ എന്ന പുഷ്പ ഹാർഡ് വർക്കിംഗ് ആണ്. അവിടെ എന്താ പറയാ, ഒരു ലോക്കൽ മാൻ ആണ്. ശ്രദ്ധിച്ചു കാണുമല്ലോ, പുഷ്പ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു ലോക്കൽ മാൻ ആണ്, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് എന്താ പറയുക, പുഷ്പയുടെ അമ്മയുടെ അമ്മ എന്നൊരു ക്യാരക്ടർ അതിലുണ്ട്. അപ്പം അമ്മ കുഞ്ഞിലെ തൊട്ടേ പുഷ്പയെ നല്ല രീതിക്കാണ് വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷെ അവരും ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് അതില്. അപ്പൊ പുഷ്പയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ തന്റെ അമ്മയ്ക്ക് പറഞ്ഞത് കൂട്ടി എല്ലാ സൗഭാഗ്യങ്ങളും നേടി കൊടുക്കണം എന്നൊരു നേച്ചറാണ്, ഒരു സ്വഭാവമാണ് ഇവിടെ പുഷ്പ എന്ന ക്യാരക്ടറിനുള്ളത്. അതിനു വേണ്ടിയാണ് പുഷ്പയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും ഒരു നല്ല വേ മാത്രമല്ല അവിടെയും ചൂസ് ചെയ്യുന്നത്. വളഞ്ഞ വഴി കൂടെ ഒക്കെ പോകുന്നുണ്ട്. എന്നാലും തന്റെ അമ്മയ്ക്ക് താൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു ജീവിതം കൊടുക്കണമെന്നാണ് അതില് പുഷ്പ എന്ന അല്ലു അർജുൻ ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരും ഏകദേശം ഒരേ വേ ആണ്. പക്ഷെ അഭിനയിച്ച് തകർത്തത് പുഷ്പയാണ്. അതെങ്ങനെ അതുകൊണ്ടാണല്ലോ പുഷ്പയ്ക്ക്, അതായത് അല്ലു അർജുൻ ഈ ഒരു അവാർഡ് തന്നെ കിട്ടാൻ കാരണം. അല്ല, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ, അതായത് അവാർഡ് കിട്ടിയ അതേപോലെ ഈ ഒരു ഫാക്ട് മാത്രമാണെങ്കിൽ പുഷ്പയില് നിരവധി ഫാക്ടേഴ്സ് വേറെ ഉണ്ട്. ഇവിടെ ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അടുത്തത് വരുന്നുണ്ട്, നല്ലൊരു കെമിസ്ട്രി വരുന്നുണ്ട്. കാരണം ഞാൻ പറയട്ടെ നായിക ഇപ്പൊ അല്ലു അർജുന്റെ നായികയായ രശ്മികയുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി എന്താണ്, ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഈവൻ ഞാനാണെങ്കിൽ പോലും ഇതരത്ത് കൊണ്ട് നടക്കുകയാണ്. അമ്മാതിരി കെമിസ്ട്രി അല്ലേ അവർ തമ്മിലുള്ളത്. പക്ഷെ ട്രോളുകളൊക്കെ വന്നായിരുന്നു രശ്മികക്കെതിരെ, ഒരുപാട് ട്രോളുകൾ. ട്രോളുകൾ എന്താ, അതിപ്പം അസൂയ മൂത്ത് പലരും പലതും പറയും. അതിപ്പോ എവിടെയാണെങ്കിലും പലതും പറയും. ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തുകൊണ്ട്? അതിപ്പോ നമ്മൾ നന്നായിട്ട് നിന്നാലും മോശമായിട്ട് നിന്നാലും നമുക്ക് ട്രോളുകളൊക്കെ വരും. അതൊക്കെ സ്വാഭാവികമാണ്. അതില് അവരുടെ അഭിനയത്തിന് എന്തെങ്കിലും മോശമുണ്ടോ? അങ്ങനെയാണ് ചിലർ പറഞ്ഞത്. എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി അഭിപ്രായം. അത് പറയുമ്പോൾ അത് കറക്റ്റ് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇത് വേണം. ആൾക്കാരാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഗായത്രി ബുദ്ധിമുട്ടുണ്ടായി. കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അല്ലല്ല, ഗായത്രിക്ക് ഇപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ കണ്ടത്. ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഗായത്രി. അപ്പൊ നമുക്ക് അടുത്തൊരു ഫാക്ടിലേക്ക് വരാം. അതേപോലെ തന്നെയാണ് നമ്മുടെ പുഷ്പ സീനിലെ വില്ലൻ ക്യാരക്ടർ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഫഹദ് ഫാസിൽ. ഇപ്പം നമ്മുടെ ഈ ഒരു ഡേ ടു ഡേയിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫഹദ് തൊടുന്നതെല്ലാം വൻ ഹിറ്റായിട്ട് തന്നെ മാറുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഫഹദിന്റെ പുഷ്പയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് പുഷ്പയിലെ ഫഹദ് തന്റെ ക്യാരക്ടർ അത്രത്തോളം തുടക്കം തൊട്ട് അവസാനം വരെ ചെയ്തത് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പത്തിനൊപ്പമാണ് അല്ലു അർജുന്റെ കൂടെ ഫഹദ് നിന്നിട്ടുള്ളത്. ഇതേപോലൊക്കെ എന്തെങ്കിലും ഫാക്ട് KGF ഗായത്രിക്ക് പറയാനുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഓക്കെ, എന്നെ കുറച്ച് സമയം തരണം, എനിക്കൊന്ന് പറയാൻ. അതായത് വയലൻസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഫുൾ ടൈം വയലൻസ് ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടി ഒരു ഗ്രേ പാറ്റേണിലാണ് ഫിലിം പോയിരിക്കുന്നത്. വിഷ്വൽസ് ഒക്കെ, അതായത് സാധാരണ ഒരു ഗ്രേ ഒരു വിഷ്വലി വരുന്ന സിനിമയൊന്നും പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അത് യശാണെന്ന് പറയും. കാരണം ഓരോ സീനിൽ വരുമ്പോൾ പോലും പുള്ളിയെ നമ്മൾ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്ന തരത്തിൽ. അതേപോലെ തന്നെയാണ് പുഷ്പയിലും വന്നിട്ടുള്ളത്. കുറച്ച് സീനൊന്ന് പറയോ? എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഓൾമോസ്റ്റ് അതിൽ വന്നേക്കുന്നത് നമ്മൾ ആ ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ എന്റെ പൊന്നോ ആ ഒരു ഫീൽ ഉണ്ടോ, എന്റെ പൊന്നടവ് നമുക്ക് പറയാൻ പറ്റത്തില്ല. തോന്നിയിട്ടില്ല. അത് ആ ഒരു എന്താ പറയുക ആസ്വാദനത്തോട് കൂടി ഇരുന്ന് കാണണം. ഇപ്പം എന്താ പറയുക, ഗായത്രി ഇപ്പം KGF അല്ലെങ്കിൽ യാഷ് എന്ന് പറഞ്ഞിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫീല് വരില്ല. നമ്മൾ ആ ഒരു സിനിമയിലേക്ക് പറയാൻ പറ്റില്ലല്ലോ. നല്ല മൂവി അല്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ ബെറ്റർ പുഷ്പ തന്നെയാണ്. അതെങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളത് നാളെ ഈ സമയം ഗായത്രി കണ്ടു. ഉറപ്പാണ്. പിന്നെ തിയേറ്റർ റിലീസ് ആകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ തിയേറ്റർ റിലീസ് അല്ലെങ്കിൽ പോലും ഇപ്പൊ റീ റിലീസ് ആയ ആ ഒരു ടൈമിൽ തന്നെയും ഇത്രയും ബഡ്ജറ്റ് എന്താ പറയുക പുഷ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് നോക്കണ്ട. ഞാനിപ്പോ അതൊന്നും നോക്കുന്നില്ല. ഞാൻ പുഷ്പ ഫസ്റ്റ് വെച്ച് തന്നെ പറയാണ്, നാളെ ഈ ഒരു ടൈം ആകുമ്പോൾ പുഷ്പ വമ്പൻ ഹിറ്റ് ആയിട്ട് തന്നെ മാറും. ഉറപ്പിക്കാം. ഓക്കെ.
കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.